നമസ്കാരം. സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സഞ്ജു സാംസണെ പോലെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു താരമുണ്ടായിട്ടും ആ താരത്തിന്റെ കരിയർ നശിപ്പിക്കുന്ന രീതിയിലാണ് KCA ഇടപെടുന്നത്. സഞ്ജു ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണറാണെന്ന നിലയിൽ കസറുകയാണ്. IPL-ൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായും സഞ്ജു ശോഭിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കേരളത്തിന് അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടാവുന്ന ഏക പേരാണ് സഞ്ജു സാംസൺ. എന്നിട്ടും KCA സഞ്ജുവിന്റെ കരിയറിനെ പിന്നോട്ടടിക്കുന്ന നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സഞ്ജുവിന്റെ കരിയർ തകർക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് അടക്കം പറയുന്നത്. അപ്പോഴും വസ്തുത അങ്ങനെയാണെന്ന് നമുക്ക് പറയാനാകില്ല. സഞ്ജുവിനോട് KCA നേതൃത്വത്തിനുള്ള ഈഗോ പ്രശ്നമാണ് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. സഞ്ജു സാംസണെ വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ അനുവദിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിലെത്താൻ സാധ്യത വളരെ കൂടുതലായിരുന്നു. എന്നാൽ KCAയുടെ അനാവശ്യ വാശിയാണ് സഞ്ജുവിന്റെ ചാമ്പ്യൻസ് ട്രോഫി മോഹങ്ങളെ തകർത്തിരിക്കുന്നത്. KCA സഞ്ജുവിനെ വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് തടയാനുള്ള കാരണം സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കാത്തതാണെന്നാണ് KCA പറയുന്നത്. സെലക്ഷൻ ക്യാമ്പ് നടത്തി ടീമിൽ ഇടം നേടേണ്ട താരമല്ല സഞ്ജു എന്ന വസ്തുത KCAക്ക് നന്നായി അറിയാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികച്ച ഫോമിൽ കളിക്കുന്ന സഞ്ജു മികച്ച ഫിറ്റ്നസ് നിലവാരവും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവസാന പരമ്പരകളിലൂടെ 3 T20 സെഞ്ചുറിയാണ് സഞ്ജു നേടിയത്. ഇത്രയും ഫോമിൽ നിൽക്കുന്ന സഞ്ജുവിനെ കളിപ്പിക്കാൻ സെലക്ഷൻ ക്യാമ്പിന്റെ ആവശ്യം എന്തെന്നത് വ്യക്തമല്ല. KCA ഭാരവാഹികളുടെ പിടിവാശിയാണ് ഇത്. രോഹിത് ശർമ്മയോടും മുംബൈയും വിരാട് കോഹ്ലിയോടും ഋഷഭ് പന്തിനോടും ഡൽഹിയും സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്താലേ ടീമിൽ എടുക്കൂ എന്ന് പറയാറില്ല. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കേരളത്തിന്റെ അഭിമാനമായി നിന്നിട്ടും സഞ്ജുവിനെ KCA പരിഗണിക്കുന്നത് ശത്രുതാ മനോഭാവത്തോടു കൂടി തന്നെയാണ്. KCA ഇതാദ്യമായല്ല സഞ്ജു സാംസണെ ഒതുക്കാൻ നോക്കുന്നത്. സഞ്ജു സാംസന്റെ കരിയറിന്റെ തുടക്ക സമയത്ത് പറയാതെ ടീം വിട്ടതിന് സഞ്ജുവിനെ KCA സസ്പെൻഡ് ചെയ്യുകയും താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. കേരള ടീമിന് ഇടവേളയുള്ള സമയത്ത് സഞ്ജു അനുവാദത്തോടെയാണ് യാത്ര പോയത്. എന്നാൽ ഇത് അനാവശ്യ വിവാദമാക്കി സഞ്ജുവിന്റെ കരിയറിൽ ബ്ലാക്ക് മാർക്ക് സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുകയായിരുന്നു. സഞ്ജുവിന്റെ പിതാവ് സാംസണെ KCAയുടെ സ്റ്റേഡിയത്തിൽ നിന്ന് വിലക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പലതരത്തിൽ സഞ്ജുവിനെ തളർത്താൻ KCA ശ്രമിച്ചിട്ടുള്ളതാണ്. സഞ്ജുവിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ വളർച്ചയ്ക്ക് കാരണം KCA ആണെന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്താൻ കാരണം രാജസ്ഥാൻ റോയൽസിലെ പ്രകടനമാണ്. രാഹുൽ ദ്രാവിഡുമായുള്ള അടുപ്പവും സഞ്ജു സാംസണെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വിളിച്ചു വരുത്താൻ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ ഉയർച്ചയിൽ KCAക്ക് വലിയ അവകാശവാദങ്ങൾ ഒന്നുമില്ല. മാത്രമല്ല KCA ഇവിടുത്തെ താരങ്ങൾക്ക് നൽകുന്ന പിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് സാധാരണ ഒരു ക്രിക്കറ്റ് പ്രേമിക്ക് അറിയാവുന്നതാണ്. മലയാളി താരങ്ങൾ എന്തുകൊണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാൻ എത്തുന്നില്ല എന്ന സംശയങ്ങൾക്ക് പിന്നിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: KCAയുടെ നിഷ്ക്രിയത്വം തന്നെയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര മത്സരം കളിക്കണമെങ്കിൽ കർണാടകയുടെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ഒരു ഭാഗമാകേണ്ടി വരികയാണ് മലയാളി താരങ്ങൾക്ക്. അല്ലാതെ KCA വഴി വളർന്ന താരങ്ങൾ വളരെ ചുരുക്കമാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളൂ. ശ്രീശാന്തിന്റെ കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും തന്നെ ഇത്തരത്തിൽ പറയാനുമാകില്ല. സഞ്ജു സാംസണെ പോലെ വലിയ ആരാധക പിന്തുണയുള്ള IPL നായക സ്ഥാനമുള്ള താരം കേരളം വിടാൻ തീരുമാനിച്ചാൽ അത് നികത്താനാകാത്ത വിടവായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സന്ദീപ് വാര്യറെ പോലെയുള്ള താരങ്ങൾ ഇതിനോടകം കേരള ക്രിക്കറ്റിൽ നിന്ന് കൂടുമാറിക്കഴിഞ്ഞു. ഇതിനകത്തെ പ്രശ്നങ്ങൾ കൂടുതൽ താരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഞ്ജു സാംസണെ ടീമിലെത്തിക്കാൻ താല്പര്യം അറിയിച്ച നിരവധി ടീമുകളും രംഗത്തെത്തി കഴിഞ്ഞു. KCA വിട്ടുകഴിഞ്ഞാൽ സഞ്ജുവിനെ സംബന്ധിച്ച് നഷ്ടമൊന്നുമില്ല, പക്ഷെ അത് നഷ്ടമാകുന്നത് കേരളത്തിന് കൂടിയാണ്. എന്നാൽ സഞ്ജു കേരള ടീം വിട്ടാൽ KCAക്ക് എടുത്തു പറയാൻ ഒരു അന്താരാഷ്ട്ര താരം പോലും ഇല്ലാത്ത ഒരു അവസ്ഥ വരുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജു സാംസണുമായുള്ള അനാവശ്യ ഈഗോ പ്രശ്നം പറഞ്ഞു തീർക്കുന്നതായിരിക്കും KCAക്ക് നല്ലത്.